ഹലോ, ഇറ്റ്സ് മീ ഗോപു ചിന്തുവിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നെയ്യ് ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നെയ്യ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. അറിയാത്ത എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ കുറേ ദിവസത്തെ പാട ഇങ്ങനെ ശേഖരിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കേട്ടോ. അതാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടത്. ആ പാട ഇങ്ങനെ ഏകദേശം ഒരു 10-20 ദിവസത്തെ പാടകളിങ്ങനെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിനിങ്ങനെ ഒന്നിച്ചെടുത്ത് മിക്സിയിലാക്കി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരച്ചിതുപോലെ എടുത്ത ശേഷം ഒരു 2-3 വെള്ളം നന്നായിട്ട് ഇതുപോലെ കഴുകിയെടുക്കുക. ആദ്യം ഒരു വെള്ളം കഴുകി അതിനെ വേറൊരു വെള്ളത്തിലോട്ട് മാറ്റി വെച്ചു. പിന്നെ വീണ്ടും ഒരു വെള്ളം കഴുകി നന്നായിട്ട് കഴുകിയെടുത്ത് ഇതുപോലെ ഉരുട്ടി ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരടുത്ത് ഒരു കാര്യം ഓർമ്മിപ്പിക്കാം. വീഡിയോ കാണുന്ന കുറേ ആൾക്കാർ ഇപ്പോഴും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം അപ്പം തന്നെ കിട്ടുന്നതാണ് കേട്ടോ. കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഉടനെ തന്നെ പിറകെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു അരച്ചെടുത്ത പാട നല്ല കട്ടിയുള്ള ചീനച്ചട്ടി ചൂടാക്കിയ ശേഷം അതിലേക്ക് ഇട്ടതുപോലെ നന്നായിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കുറച്ചധികം നേരം ഇളക്കേണ്ടി വരും. അപ്പോൾ തീ ഇടയ്ക്കിടയ്ക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. സ്വിമ്മിലൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കുക, കൈവിടാതെ ഇളക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി വരുമ്പോഴത്തേക്കും കുറേ കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ആ പാടയിൽ നിന്ന് ഇങ്ങനെ നെയ്യ് ഉരുകി ഇറങ്ങാൻ തുടങ്ങും. അപ്പോൾ ഏകദേശം അതിൻ്റെ ബാക്കി ആ ലാസ്റ്റുള്ള കൊത്തൊക്കെ ഒരു ബ്രൗൺ കളറാകുന്നത് വരെ ഇതുപോലെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഏകദേശം പാകമാകുമ്പോഴത്തേക്കും നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു തരിയെല്ലാം ഒരു ബ്രൗൺ കളറായിട്ട് അടിയിലിങ്ങനെ സെറ്റിൽഡായി മുകളിൽ നല്ല അടിപൊളി ക്ലിയർ ആയിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള നെയ്യ് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ തണുത്ത ശേഷം ഒരു അരിപ്പ് കൊണ്ട് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇപ്പം നമ്മൾ വിചാരിക്കും ഇത്രയും പാട എടുത്തിട്ട് ഇത്ര നെയ്യേ കിട്ടിയിട്ടുള്ളൂ എന്ന്. ഇത് കുറച്ച് നല്ല ക്വാണ്ടിറ്റി തന്നെയുണ്ട് കേട്ടോ. അത് നമ്മൾ നല്ല വെള്ളമൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി ഒരു പാത്രത്തിലേക്ക് ആക്കി ടൈറ്റായിട്ട് ക്ലോസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നല്ല സ്വാദിഷ്ടമായ നെയ്യ് തയ്യാർ. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.